ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലാസ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്ന ഒരു കളർ പെൻസിൽ ഡ്രോയിങ് ആയിരുന്നു. അപ്പം കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഈസിയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വരച്ച് നോക്കുക. എന്തായാലും നമ്മൾ ഇടയ്ക്ക് ഇനിയും കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് തുടങ്ങുന്ന സമയത്ത് എന്തായാലും ബുദ്ധിമുട്ട് തന്നെയാണ് കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. കളർ പെൻസിൽ ഡ്രോയിങ് എന്നല്ല, ഏത് ഡ്രോയിങ്ങെല്ലാം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും വരച്ച് നോക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് തോന്നുക. അപ്പോൾ എന്തായാലും നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾക്ക് ഒരു ദിവസം നല്ല രീതിയിൽ വരയ്ക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് ആണ് ചെയ്യുന്നത്. അപ്പം പെൻസിൽ ഡ്രോയിങ് നല്ല രീതിയിൽ പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതിലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് തീർച്ചയായും നല്ല രീതിക്ക് ഡ്രോയിങ് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ വരുന്ന സമയത്ത് നിങ്ങൾ കമൻറ്റ് വഴിയോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഞാൻ ചാനൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കമൻറ്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. എങ്ങനെ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ വരച്ച ഡ്രോയിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഒന്ന് അയച്ചു തരാൻ പറ്റുമെങ്കിൽ ഒന്ന് അയച്ചു തരിക. ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക്, നിങ്ങൾ വരച്ച ഡ്രോയിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ ഏകദേശം ഒരു കുറച്ച് ഭാഗം ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഫേസിൽ വലിയധികം വ്യത്യാസം വരുന്നില്ല, രണ്ട് സൈഡിലും ഷെയ്ഡിങ് വലിയ വ്യത്യാസം വരുന്നില്ല. നമ്മൾ ഇപ്പോൾ ഞാൻ വരച്ചേക്കുന്ന ആ ഒരു സൈഡിലാണ് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് വരുന്നത്. അതേസമയം അതിൻ്റെ ഇങ്ങേ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വലിയധികം ഡാർക്ക് ഷെയ്ഡൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ഷെയ്ഡിങ് ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന പെൻസിൽ ബ്രിസ്റ്റോയുടെ പെൻസിലാണ്. അതുപോലെ പേപ്പർ അനുപം ഐവറി പേപ്പറാണ്, 250 GSM വരുന്ന പേപ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാനും അതുപോലെ സാധാരണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് ചെയ്യാനും എല്ലാം പറ്റിയൊരു പേപ്പർ തന്നെയാണ് ഈ ഒരു പേപ്പർ. അപ്പോൾ നിങ്ങൾ വാങ്ങി നോക്കിയില്ലെങ്കിൽ തീർച്ചയായും വാങ്ങി നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ ഔട്ട്ലൈൻ ചെയ്തേക്കുന്ന ആ ഒരു ഇമേജ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റെഫറൻസ് ഇമേജിൻ്റെ ആ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എടുത്ത് നോക്കിയിട്ട് വരയ്ക്കാവുന്നതാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ. ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് ഔട്ട്ലൈൻ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് വരയ്ക്കാൻ വേണ്ടി താല്പര്യമുള്ളത് ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. അപ്പം ഈസി ആയിട്ട് വരയ്ക്കാവുന്നതാണ്. പിന്നെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്ന 1-2 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. ഫ്രീ ഹാൻഡൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫ്രീ ഹാൻഡായിട്ടൊക്കെ ഫേസ് ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് അതിനുള്ള ഒരു പ്രാക്ടീസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇടയ്ക്ക് പറ്റുന്ന പോലെ ചെയ്യാം. അതേപോലെ ലൂമീസ് മെത്തേഡ് ഉപയോഗിച്ചുള്ള ഡ്രോയിങ്ങും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നമുക്ക് പ്രാക്ടീസ് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യാത്തത്. എന്തായാലും നമ്മൾ വലിയ താമസിക്കാതെ തന്നെ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സമയം പോലെ നമുക്ക് ചെയ്ത് നോക്കാനുള്ള സമയമൊക്കെ കിട്ടുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പഠിച്ചിട്ട് നിങ്ങളിലേക്ക് വീഡിയോ ആയിട്ട് എത്തിക്കുന്നതായിരിക്കും. പിന്നെ പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, എങ്ങനെയാണ് നമുക്കൊരു റിയലിസ്റ്റിക് ഡ്രോയിങ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ഡ്രോയിങ് എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കാറുണ്ട്. നമ്മളൊരു ഡ്രോയിങ് റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാൻ നോക്കുക, അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതിൻ്റെ അകത്ത് മെയിൻ പാർട്ടായിട്ട് വരുന്ന ഭാഗമാണ് ഷെയ്ഡിങ് എന്നുള്ളത്. നമ്മൾ ഓരോ ഡ്രോയിങ്ങും സത്യം പറഞ്ഞാൽ ചെയ്യുന്ന സമയത്ത് റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാനൊക്കെ നോക്കാറുണ്ട്. പിന്നെ ചില ഡ്രോയിങ്ങിൽ ഈ പറഞ്ഞ ഷെയ്ഡിങ് നല്ല രീതിയിൽ വരാത്തതിൻ്റെ പേരിൽ ആ ഒരു റിയലിസം കിട്ടാതെ പോകാറുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു ഡ്രോയിങ് അത്യാവശ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാൻ വേണ്ടി നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ഷെയ്ഡിങ് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് നല്ലതായിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ആ ഒരു റിയലിസ്റ്റിക് ഡ്രോയിങ്ങിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ആ ഒരു ഫോട്ടോ നല്ല രീതിയിൽ നിങ്ങൾ നോക്കുക, നിരീക്ഷിക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തെ ലൈറ്റിങ് അതുപോലെ ഷാഡോസ് എല്ലാം കറക്റ്റായിട്ട് ആ ഒരു സമയത്ത് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ആ ഡ്രോയിങ് റിയലിസ്റ്റിക് ആയിട്ട് മാറുന്നത്. അപ്പം ഷെയ്ഡിങ് എന്നുള്ളത് നമുക്ക് തുടങ്ങുന്ന സമയത്ത് എന്തായാലും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, ഞാൻ പറയുന്ന കാര്യം തന്നെയാണ്. അപ്പം നിങ്ങൾ ഷെയ്ഡിങ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ എപ്പോഴും ഡ്രോയിങ്ങിൽ ഷെയ്ഡിങ് ആണ് മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട് വരേണ്ടത്. അപ്പം ഷെയ്ഡിങ് നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഫേസ് വരച്ച് അല്ലാതെയും ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ട് നോക്കിയിട്ട് അതുപോലെയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഷെയ്ഡിങ്ങും അതുപോലെ തന്നെ മുടിയുടെ ഭാഗങ്ങൾ നമ്മൾ വരയ്ക്കുന്നുണ്ട്. അപ്പം മുടിയും ഓൾറെഡി കുറച്ച് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്, അതിന് ബാക്കിയാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. പിന്നെ അടുത്തൊരു പാർട്ട് ഉണ്ടാക്കി നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് വരച്ച് ഷെയ്ഡ് ചെയ്യാനായിട്ട് അറിയില്ല, അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു പാർട്ടിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട്, ഡ്രസ്സിൻ്റെ ആ ഒരു ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വൈറ്റ് ഡ്രസ്സാണ്, അപ്പം ഒരുപാട് നമുക്ക് ഷെയ്ഡിങ് ചെയ്യേണ്ടതായിട്ടില്ല, അല്ലെങ്കിൽ ഒരുപാട് ഷെയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് വരുന്നില്ല.
അപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 2B 4B യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ണ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തേക്കുന്ന 8B യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 6B യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ണിൻ്റെ ആ ഉള്ളിൽ ആ കൃഷ്ണമണിക്ക് നല്ല ഡാർക്ക്നെസ് അല്ലേ, അപ്പം അതനുസരിച്ചുള്ള പെൻസിൽ നിങ്ങൾ കൊടുക്കുക. ഡാർക്ക്നെസ് കൂടിയ പെൻസിൽ കൊടുക്കാണ്ട് ശ്രമിക്കുക. പിന്നെ ഷെയ്ഡിങ്ങിൽ നമുക്ക് ഈ പറഞ്ഞ 2B ഒക്കെ മതി. 2B പെൻസിലൊക്കെ തന്നെ ധാരാളമാണ്. കാരണം നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഈ ഫേസിൽ വലിയ ഷെയ്ഡിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് നമുക്ക് ഇതിനകത്ത് കൊടുക്കേണ്ടതായിട്ടില്ല. ലൈറ്റായിട്ട് സോഫ്റ്റായിട്ട് തന്നെ ചെയ്യുക. അതിനുശേഷം നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഫുള്ളായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കുറച്ച് ഭാഗം ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം ബാക്കി ഭാഗം ഷെയ്ഡ് ചെയ്തിട്ട് വീണ്ടും ബ്ലെൻഡ് ചെയ്യുക. അങ്ങനെ ആ രീതിയിൽ മുമ്പോട്ട് പോയാൽ മതി. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഷെയ്ഡിങ് ചെയ്യുക. ഈ ഒരു ഫോട്ടോയിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് എവിടെയൊക്കെയാണ് അതിൻ്റെ ലൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നെറ്റിയുടെ ആ ഒരു സൈഡിൽ, അതായത് നമ്മൾ ഈ ഫോട്ടോയുടെ സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ വലത് സൈഡിൽ ആ നെറ്റിയുടെ ആ മുടിയുടെ ചേരുന്ന ഭാഗത്ത് ഒരു ലൈറ്റിംഗ് വരുന്നുണ്ട്. അതുപോലെ മൂക്കിന് നടുവിലായിട്ട് വരുന്നുണ്ട്. പിന്നെ കവിളിൻ്റെ ആ ഒരു ഭാഗത്ത്, പിന്നെ കണ്ണിന് തൊട്ട് മുകളിൽ, പിന്നെ താടിയുടെ ഭാഗത്ത്, അതുപോലെ കഴുത്തിൻ്റെ ഭാഗത്ത്, അവിടെയൊക്കെയാണ് ലൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ലൈറ്റിങ് വരുന്നതെന്ന് വെച്ചാൽ. പിന്നെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗം അത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് വലിയ ഡാർക്ക് ഷെയ്ഡ് എന്ന് പറയാനില്ല. നമ്മൾ ഇപ്പം വരച്ചുകൊണ്ടിരിക്കുന്ന ആ സൈഡിനേക്കാളും കുറച്ചുകൂടെ ഒരു ഡാർക്ക് ഷെയ്ഡ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. വലിയ ഡാർക്ക് ഷെയ്ഡ് അവിടെ കൊടുക്കേണ്ടതായിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല. പിന്നെ വരയ്ക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നല്ല സമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അത് ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട്, നല്ല സമയത്ത് വരയ്ക്കണം. അതുപോലെ തന്നെയാണ് ഷെയ്ഡിങ്ങിലും നല്ല ക്ഷമയും കാര്യങ്ങളും സമയമൊക്കെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചെയ്ത് ഇരിക്കാൻ വേണ്ടി. നിങ്ങൾ ഒരുപാട് പെട്ടെന്ന് ചെയ്ത് ഡ്രോയിങ് പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ള രീതിയിൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. ഒറ്റയിരിപ്പിൽ നിങ്ങൾ വരച്ച് തീർക്കണമെന്നില്ല. നിങ്ങൾ കുറച്ചായിട്ട് വരച്ച് ഫിനിഷ് ചെയ്താൽ മതി. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും നിങ്ങൾ വരച്ച് തീർക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഡ്രോയിങ് ശരിയാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എന്തായാലും നല്ല ക്ഷമയോടെ ഇരുന്ന് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എനിക്ക് ചെറിയ ജലദോഷമുണ്ട്, അതുകൊണ്ട് ചെറിയ വോയിസിൽ ചെറിയ പ്രശ്നമുണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഡ്രോയിങ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ മിക്കവടിയിലും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഇപ്പം എന്ത് വരയ്ക്കാനാണ് ബുദ്ധിമുട്ട്, ഇപ്പം നിങ്ങൾ ഫേസ് എടുക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്ത് വരയ്ക്കാനാണ് ബുദ്ധിമുട്ട് എങ്കിൽ ആ ഒരു പാർട്ട് മാത്രമായിട്ട് വരയ്ക്കാമെന്ന് പറയാറുണ്ട്. കണ്ണ് വരയ്ക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ ആ ഒരു ഫോട്ടോയിൽ നോക്കിയിട്ട് ആ ഒരു കണ്ണ് മാത്രമാണ് കുറേ നാൾ നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. മൂക്ക് വരയ്ക്കാനാണ് ബുദ്ധിമുട്ടെങ്കിൽ ആ ഒരു പാർട്ട് മാത്രമായിട്ട് കുറച്ച് നാൾ വരച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഓരോ പാർട്ടും, ചുണ്ട് വരയ്ക്കാനാണെങ്കിൽ അങ്ങനെ, പല്ല് വരയ്ക്കാനാണെങ്കിൽ അങ്ങനെ, ചെവി വരയ്ക്കാനാണെങ്കിൽ അങ്ങനെ, മുടി വരയ്ക്കാനാണെങ്കിൽ അങ്ങനെ ഓരോ പ്രത്യേകം വരച്ച് പഠിക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. അതാകുമ്പോൾ നിങ്ങൾ ഫേസ് ഒറ്റ രീതിയിലായിട്ട് വരയ്ക്കുന്നത്, അതായത് ഒന്നിച്ച് വരയ്ക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒഴിവായി കിട്ടും, അല്ലെങ്കിൽ ആ ഒരു മടുപ്പ് മാറിക്കിട്ടും. അപ്പം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ വരയ്ക്കുന്ന ബുദ്ധിമുട്ടില്ല എങ്കിൽ അങ്ങനെ വരയ്ക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളിങ്ങനെ ഈ രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഡ്രോയിങ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡ്രോയിങ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യമൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കുക കേട്ടോ. മിക്കവരും എനിക്ക് ഇപ്പം നല്ല ഇൻസ്റ്റാഗ്രാം വഴി അയച്ചു തരുന്നുണ്ട് ഡ്രോയിങ്ങൊക്കെ. കുറേ പേര് അയച്ചു തരുന്നുണ്ട്. മിക്കതും നല്ല ഡ്രോയിങ് തന്നെയാണ്. ചെറിയ മിസ്റ്റേക്ക് മാത്രമേ ചില ഡ്രോയിങ്ങിലുള്ളൂ. ബാക്കിയൊക്കെ നല്ല രീതിയിൽ തന്നെ വരയ്ക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ മുടിയുടെ ആ ഒരു ഭാഗം ആദ്യം ഒന്ന് ലൈറ്റായിട്ട് വരച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വരയ്ക്കാൻ എടുത്തിരിക്കുന്നത് 6B പെൻസിലാണ്. അപ്പോൾ ആ ഒരു പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ ഫുള്ളായിട്ടൊന്ന് ആ ഒരു ഷെയ്ഡ്, അതായത് നമ്മൾ ആ ഒരു മുടി കിടക്കുന്ന ആ ഒരു സ്റ്റൈല് ഒന്ന് വരച്ച് പോകുന്നു. ആദ്യം ആ ഒരു രീതികൾ വരച്ച് പോയിട്ട് പിന്നെ രണ്ടാമത്തെ ലെയറായിട്ട് നമ്മൾ 8B പെൻസിൽ ഉപയോഗിച്ചിട്ട് വരച്ച് പോകുന്നുണ്ട്. 8Bയും 10Bയും നമുക്ക് യൂസ് ചെയ്യാം. മുടി വരയ്ക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഡാർക്ക്നെസ് വേണമല്ലോ, അപ്പോൾ അതനുസരിച്ചുള്ള പെൻസിൽ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ 10B പെൻസിൽ തീരാറായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 10B പെൻസിൽ അങ്ങനെ എടുക്കാത്തത്. അപ്പോൾ നമ്മൾ ഈ 8B പെൻസിൽ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇടയ്ക്ക് കുറച്ച് ഗ്രാഫൈറ്റ് പൗഡർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ പെൻസിൽ ഷാർപ്പ് ചെയ്യുമ്പം കിട്ടുന്ന ഗ്രാഫൈറ്റിൻ്റെ ആ ഒരു പൗഡർ നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് മുടിയൊക്കെ വരയ്ക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ് ആയെങ്കിൽ ആ കാര്യം ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പാർട്ട് നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ട് വരച്ച് നോക്കുക. അടുത്തൊരു പാർട്ടും നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യും. അപ്പം ഈ ഒരു പാർട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.